മുരിങ്ങയുടെ ഇല കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് മുരിങ്ങയുടെ ഇല പൊട്ടിക്കുന്നത്. പക്ഷെ കറി വെക്കാനുള്ള ഇലയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം മുളച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുട്ടി മുരിങ്ങല തൈയാണ്. അപ്പൊ അത് 4 കൈകളാണ് ഞാൻ പൊട്ടിച്ചെടുത്താക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഞാനിത് ഊരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ മുരിങ്ങയുടെ ഇല കൊണ്ട് തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ മുരിങ്ങയുടെ ഇല നേരാക്കണ ഇടയ്ക്ക് സ്വത്തൊട്ടി വന്നിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് കേട്ടോ, കഴിക്കില്ലടാ, പച്ചയാണടാ, കഴിക്കല്ലേ എന്നൊക്കെ. കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ എണ്ണ ചൂടായപ്പോ ആവശ്യത്തിനുള്ള ചുവന്നുള്ളിയും പച്ചമുളക് ഇട്ട് വാട്ടിയിട്ട് പാകത്തിന് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ ഊരി വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വാട്ടാം. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഞാൻ സ്കൂളിലേക്ക് ഡെയിലി കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ ഇതാ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് 4 കോഴിമുട്ടയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് കോഴിമുട്ട തോരനല്ലേന്ന്, പക്ഷെ അല്ല കേട്ടോ, ഇത് മുരിങ്ങയില തോരനാണ്. എന്റെ സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിന് മുരിങ്ങയില തോരൻ എന്ന് പേരിട്ടത്. മുരിങ്ങയില തോരനൊക്കെ അപ്പൊ ഞാൻ കഞ്ഞി കുടിക്കാനും തുടങ്ങിയിട്ടാ.